നമ്മളുടെ ഉത്തരം ഉറപ്പായും തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. നമുക്ക് എല്ലാവർക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാം, പക്ഷെ ചെയ്തു വരുമ്പോൾ ഇതിന്റെ ആൻസർ നമ്മൾ തെറ്റിക്കും. അപ്പൊ കൃത്യമായിട്ട് ഇത് എങ്ങനെയാ ചെയ്യാന്ന് പറഞ്ഞുതരാം. ചോദ്യം ഇങ്ങനെയാണ്: 2⁻10ന്റെ 2 മടങ്ങിനെ 2ന്റെ കൃതിയായിട്ട് എഴുതുക. അതായത് റൈറ്റ് ദ ട്വൈസ് ഓഫ് 2⁻10 ആസ് ദ പവർ ഓഫ് 2. 2⁻10ന്റെ ട്വൈസിനെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2⁻10ന്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ 2⁻10 into 2 ആണ്. 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്? into 2 ആണ് അല്ലെ? ഏതൊരു സാധനത്തിന്റെയും ട്വൈസ് എന്ന് പറഞ്ഞാൽ into 2 ആണ്. 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ into 2 ആണ്. ഗുണിക്കണം 2 ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ചോദ്യത്തില് 2⁻10ന്റെ 2 മടങ്ങ്, 2⁻10ന്റെ 2 മടങ്ങ്, ഇതിനെന്ത് ചെയ്യണം? 2ന്റെ കൃതിയായിട്ട് എഴുതണം. അപ്പൊ ഇവിടെ നോക്കി 2⁻10 into 2⁻1. നമ്മൾ വെറുതെ 2 എന്ന് എഴുതിയാലും അതിന്റെ തലയ്ക്ക് മുകളിൽ ആരുണ്ട്? 1 ഉണ്ട്. 2⁻10 into 2⁻1. അപ്പൊ ഇത് എന്ത് ഫോമിലാ നോക്കി? ഇവിടെയും 2, ഇവിടെയും 2, അപ്പൊ ഉത്തരത്തിലും 2. ഇവരെ തമ്മിൽ ഇൻഡു ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. മുകളിലുള്ള ആൾക്കാരെ ആഡ് ചെയ്യണം. 10 + 1. അപ്പൊ ഉത്തരം എന്ത് വരും? 2⁻11 എന്ന് ഉത്തരം വരും. ഈ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് തെറ്റാൻ സാധ്യത കൂടുതലുള്ള ഒരു ചോദ്യമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം തരുവാണ്. 2⁻10ന്റെ പകുതിയെ 2ന്റെ കൃതിയായിട്ട് എഴുതണം. 2ന്റെ പവർ ആയിട്ട് എഴുതണം. നോക്കാമല്ലോ എത്ര പേർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടുമെന്ന്. താഴത്തെ കമന്റ് ആയിട്ട് പറയാം. അതേപോലെ തന്നെ വേഗം തന്നെ നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിൽ വേഗം ജോയിൻ ചെയ്യുക. ആനുവൽ എക്സാം ഇതേപോലെ തകർത്ത് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യണം? സിമ്പിൾ ആയിട്ട് എഴുതണം.